ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുന്നത് ഓഗസ്റ്റ് മാസം 2023 കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ ആദ്യത്തെ പോയിന്റ് നോക്കാം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള ആദ്യത്തെ രാജ്യം നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ഓക്കെ, നമ്മൾ ചന്ദ്രയാൻ 3 ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ളത് എന്നാണെന്നാണ് ചോദ്യം. 2023 ഓഗസ്റ്റ് 23. ഓക്കെ, അപ്പൊ 2023 ഓഗസ്റ്റ് 23 ഫാൻസി നമ്പർ ആണ് അല്ലെ. 2023 ഓഗസ്റ്റ് 23 ആണ് കേട്ടോ. ഒരു ഗസ്റ്റ് പോലെയൊക്കെ പോയി ഓർക്കാം. ഓഗസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അതേപോലെ തന്നെ നാഷണൽ സ്പേസ് ഡേ നമ്മൾ ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 23-നാണ്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. അപ്പൊ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ആ ഒരു ദിവസം തന്നെയാണ് നമ്മുടെ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള ചന്ദ്രനിലെ പ്രദേശത്തിന് ഇന്ത്യ നൽകിയിട്ടുള്ള പേര് ശിവശക്തി പോയിന്റ് ആണ്. ഓക്കെ, ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള ചന്ദ്രനിലെ പ്രദേശത്തിന് ഇന്ത്യ നൽകിയിട്ടുള്ള പേര് ഏതാണ്? ശിവശക്തി പോയിന്റ്. ശിവശക്തി പോയിന്റ്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചുള്ള ദിവസം ഓഗസ്റ്റ് 23. നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി അടുത്തത്, ലക്നൗ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച 108 ഇതളുകളുള്ള താമരയ്ക്ക് നൽകിയിരിക്കുന്ന പേര് നമോ 108 ആണ് കേട്ടോ. അപ്പൊ നമോ 108 എന്ന് പറയുന്നത് താമരയ്ക്ക് നൽകിയിട്ടുള്ള പേരാണ്. അപ്പൊ ലക്നൗ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചിട്ടുള്ള 108 ഇതളുകളുള്ള താമരയ്ക്ക് നൽകിയിട്ടുള്ള പേരെന്താണ്? നമോ 108. അപ്പൊ 108 ആയിട്ട് തന്നെ ഓർത്ത് വെക്കുക കേട്ടോ. 108 ഇതളുകളുണ്ട്. ഓക്കെ, 2023 ഓഗസ്റ്റിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കൺ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. ഓക്കെ, 2023 ഓഗസ്റ്റിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കൺ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരം ചോദിക്കുകയാണെങ്കിൽ അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് തമിഴ്നാട്ടിലാണ്. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? തമിഴ്നാട്. ഇനി വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല കേട്ടോ. അപ്പൊ വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ അത് APJ അബ്ദുൽ കലാം സർവകലാശാലയാണ് കേട്ടോ. ഇനി അടുത്തത്, ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ഏതാണ്? ദ്വാരകയാണ്. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ എന്ന് പറയുന്നത് ദ്വാരക എക്സ്പ്രസ് കേട്ടോ. എക്സ്പ്രസ് വേ. ഇനി 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ ആണ്. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് ആരാണ്? മാഗ്നസ് കാൾസൺ. ഇന്ത്യൻ ചെസ് താരം R പ്രജ്ഞാനന്ദയെ ടൈ ബ്രേക്കിൽ മറികടന്നാണ് മാഗ്നസ് കാൾസൺ പുരുഷ ചെസ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത് കേട്ടോ. ആ ഒരു പോയിന്റും കൂടെ അറിഞ്ഞു വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 10 പോയിന്റ് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വേഗം നോക്കാം, എന്നിട്ട് അടുത്ത പോയിന്റ്സിലേക്ക് കയറാം കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ചന്ദ്രയാൻ 3 ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റുകളാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള ആദ്യത്തെ രാജ്യം നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്തിട്ടുള്ള ദിവസം ചോദിക്കുകയാണെങ്കിൽ 2023 ഓഗസ്റ്റ് 23. ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയിട്ടുള്ള ചന്ദ്രനിലെ പ്രദേശത്തിന് ഇന്ത്യ നൽകിയിട്ടുള്ള പേര് ശിവശക്തി പോയിന്റ്. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചുള്ള ദിവസം ഓഗസ്റ്റ് 23. ലക്നൗ നാഷണൽ ബൊട്ടാനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച 108 ഇതളുകളുള്ള താമരയ്ക്ക് നൽകിയിരിക്കുന്ന പേര് നമോ 108 കേട്ടോ. 2023 ഓഗസ്റ്റിൽ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാഷണൽ ഐക്കൺ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മുൻ ക്രിക്കറ്റ് താരം സച്ചിൻ ടെണ്ടുൽക്കർ. ഇന്ത്യയിലെ ആദ്യ ഡ്രോൺ കോമൺ ടെസ്റ്റിംഗ് സെന്റർ നിലവിൽ വരുന്നത് തമിഴ്നാട്. വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കാൻ ഓംബുഡ്സ്മാനെ നിയമിക്കാൻ തീരുമാനിച്ചുള്ള കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല APJ അബ്ദുൽ കലാം സർവകലാശാല. ഇന്ത്യയിൽ നിലവിൽ വരുന്ന ആദ്യത്തെ 8 വരി എലിവേറ്റഡ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ് മാഗ്നസ് കാൾസൺ ആണ്. ആരെയാണ് തോൽപ്പിച്ചിട്ടുള്ളത്? പ്രജ്ഞാനന്ദയാണ്. R പ്രജ്ഞാനന്ദയാണ് തോൽപ്പിച്ചിട്ടുള്ളത് അല്ലെ. ഇനി ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ് പ്രജ്ഞാനന്ദ. ഓക്കെ, അപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ R പ്രജ്ഞാനന്ദയാണ് കേട്ടോ. R പ്രജ്ഞാനന്ദ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ഓണക്കാലത്തെ അഴിമതി തടയാൻ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. ഓക്കെ, അപ്പൊ ഓണക്കാലത്ത് അഴിമതി തടയാൻ വേണ്ടിയിട്ട് കേട്ടോ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള
മിന്നൽ പരിശോധനയാണ് ഏത് ഓപ്പറേഷൻ കോക്ടെയിൽ എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് നോക്കാം. ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദയാണ് കേട്ടോ. അപ്പൊ ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദ. ഓണക്കാലത്തെ അഴിമതി തടയാൻ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ കോക്ടെയിൽ. പഠിച്ചു വെച്ചേക്കണേ. ഓണക്കാലത്തെ അഴിമതി തടയാൻ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ കോക്ടെയിൽ കേട്ടോ. ഓപ്പറേഷൻ കോക്ടെയിൽ. ഇനി ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി, ഇത് ഒരു പ്രാവശ്യം PSC ചോദിച്ചിട്ടുള്ളതാണ്. ബീറ്റ്സ് ആണ്, ബീറ്റ്സ്. ഭിന്നശേഷിക്കാരെ നീന്തലാണ് അല്ലെ. അപ്പൊ നീന്തൽ, ഇപ്പൊ വെള്ളത്തിന് നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് പോകാന്നൊക്കെ ഓർക്കാം അല്ലെ. ബീറ്റ്സ് ആണ്. ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. ഇനി അതേപോലെ 2023 ഓഗസ്റ്റ് തെക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ചിട്ടുള്ള ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഹിലരിയാണ് കേട്ടോ. ഹിലരി. അപ്പൊ ഹിലരി തെക്കൻ പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ചിട്ടുള്ള ഉഷ്ണമേഖല ചുഴലിക്കാറ്റ്. 2023 ഓഗസ്റ്റിൽ സുന്ദർബാൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 4 പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മലയാള ചിത്രം എഴുത്തോല. ഓക്കെ, അത് സംവിധാനം ചെയ്തിട്ടുള്ളത് സുരേഷ് കൃഷ്ണനാണ് കേട്ടോ. അപ്പൊ 2023 ഓഗസ്റ്റിൽ സുന്ദർബാൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 4 പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മലയാള ചിത്രം ഏതാണ്? എഴുത്തോല. എഴുത്തോല. ഓർത്തു വെച്ചേക്കണേ, എഴുത്തോല. ഇനി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡ് നിലവിൽ വരുന്നത് ലഡാക്ക്. ലോകത്തിലെ ഉയരം കൂടിയിട്ടുള്ള ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡ് നിലവിൽ വരുന്ന എവിടെയാണ്? ലഡാക്കിലാണ്. ഓക്കെ, നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം. 17ാമത്തെ പോയിന്റ്. 2023 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി നാവികൻ ആരാണ്? അഭിലാഷ് ടോമി. അഭിലാഷ് ടോമി. 2023 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി നാവികൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? അഭിലാഷ് ടോമി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് മാതൃയാനം. ഓക്കെ, പേര് തന്നെ കിട്ടുമല്ലോ അല്ലെ, മാതൃ. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? മാതൃയാനം. ഇനി 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ തപാൽ ഓഫീസ് നിലവിൽ വന്നിട്ടുള്ളത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂരാണ് കേട്ടോ. അപ്പൊ 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ തപാൽ ഓഫീസ് നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? ബാംഗ്ലൂരാണ്. അപ്പൊ ജസ്റ്റ് ഓർക്കാം, ഇപ്പൊ ഒരു പോസ്റ്റ് ഓഫീസിന്റെ അടുത്തൊരു ബാങ്ക് ഉണ്ടെന്നൊക്കെ വെറുതെ ഒന്ന് ഓർക്കുക കേട്ടോ. ബാങ്ക് അപ്പൊ നമ്മുടെ ബാംഗ്ലൂരായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ആദ്യ തപാൽ ഓഫീസ് നിലവിൽ വന്നിട്ടുള്ളത് ബാംഗ്ലൂര്. ഇനി ഇന്ത്യയിലെ 54ാമത്തെ റിസർവ്, ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ 54ാമത്തെ ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം. ശ്രദ്ധിക്കുക. ഗ്രാൻഡ് മാസ്റ്റർ വിശ്വനാഥൻ ആനന്ദിന് ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം പ്രജ്ഞാനന്ദ. ഓണക്കാലത്തെ അഴിമതി തടയാൻ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള മിന്നൽ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ കോക്ടെയിൽ. ഭിന്നശേഷിക്കാരെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതി ബീറ്റ്സ് ആണ്. 2023 ഓഗസ്റ്റ് തെക്കു പടിഞ്ഞാറൻ അമേരിക്കയിലും കാലിഫോർണിയയിലും വീശിയടിച്ചിട്ടുള്ള ഉഷ്ണമേഖല ചുഴലിക്കാറ്റ് ഹിലരിയാണ്. 2023 ഓഗസ്റ്റിൽ സുന്ദർബാൻസ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 4 പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള മലയാള ചിത്രം എഴുത്തോല. എഴുത്തോല. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ്. 2023 ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യത്തിന്റെ സാങ്കേതിക ഉപദേഷ്ടാവായിട്ട് നിയമിതനായിട്ടുള്ള മലയാളി നാവികൻ ആരാണ്? അഭിലാഷ് ടോമി. പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാർ പദ്ധതി മാതൃയാനം. 3D പ്രിന്റിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ തപാൽ ഓഫീസ് നിലവിൽ വരുന്നത് ബാംഗ്ലൂരാണ്. ഇന്ത്യയിലെ 54ാമത്തെ ടൈഗർ റിസർവ് നിലവിൽ വരുന്ന സംസ്ഥാനം രാജസ്ഥാൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. അടുത്ത പോയിന്റ്. കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത് ശാന്തിഗിരി വിദ്യാഭവനാണ് കേട്ടോ. തിരുവനന്തപുരം പോത്തങ്കോട്. അപ്പൊ കേരളത്തിലെ ആദ്യ AI സ്കൂൾ നിലവിൽ വരുന്നത് ശാന്തിഗിരി വിദ്യാഭവൻ. ശാന്തിഗിരി വിദ്യാഭവൻ. ഓക്കെ. ഇനി 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യമാണ്
ലൂണ 25 ഓർത്തു വയ്ക്കാം. 2023 ഓഗസ്റ്റിൽ പരാജയപ്പെട്ട റഷ്യയുടെ ചാന്ദ്ര ദൗത്യം ഏതാണ്? ലൂണ 25 കേട്ടോ, ലൂണ 25. 2023 ഓഗസ്റ്റിൽ ക്രിക്കറ്റിലെ പുരുഷ വനിതാ താരങ്ങൾക്ക് തുല്യ വേതനം നടപ്പിലാക്കിയിട്ടുള്ള മൂന്നാമത്തെ രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. കേരള പോലീസ് ആരംഭിച്ചിട്ടുള്ള ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഓക്കെ, കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കേട്ടോ, ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായിട്ടുള്ള കാലം സാക്ഷിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് മമ്മൂട്ടിയാണ്. ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയായിട്ടുള്ള കാലം സാക്ഷിക്ക് അവതാരിക എഴുതിയിട്ടുള്ളത് മമ്മൂട്ടി. 2023 ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയായിട്ടുള്ള രാജ്യം ദക്ഷിണാഫ്രിക്കയാണ്. അപ്പൊ നമുക്ക് ഇതേപോലെ വെന്യൂസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ഞാൻ കോഡ് ക്ലാസ് ചെയ്യാം കേട്ടോ. 108ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി ഏതാണ്? നാഗ്പൂരാണ്. ഓക്കെ, 108ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി നാഗ്പൂരാണ് കേട്ടോ, നാഗ്പൂരാണ്. 108ാമത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? നാഗ്പൂര്. 2023 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ബയോ സയൻസ് സിനിമ ദ വാക്സിൻ വാർ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. 2023 ഓഗസ്റ്റിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ ബയോ സയൻസ് സിനിമ ഏതാണ്? ദ വാക്സിൻ വാർ ആണ് കേട്ടോ, ദ വാക്സിൻ വാർ. ഇന്ത്യയുടെ COVID-19 പോരാട്ടങ്ങളുടെയും പ്രതിസന്ധിയെ മറികടക്കാൻ ആരോഗ്യ വകുപ്പ് എടുത്തുള്ള ശ്രമങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സിനിമയാണ് ദ വാക്സിൻ വാർ. കറക്റ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്ക, ദ വാക്സിൻ വാർ. ഓക്കെ, അതിന്റെ സംവിധാനം വിവേക് രഞ്ജൻ അഗ്നിഹോത്രിയാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറയാണ്. ഓക്കെ, കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ. മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിസ ആയുഷ് വിസ. ഓക്കെ, മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം, കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകുന്ന വിസ ഏതാണ്? ആയുഷ് വിസ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് നോക്കാം. കേരളം കൈവരിച്ച നേട്ടങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനായി 2023 നവംബർ 1 മുതൽ 7 വരെ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ പേര് കേരളീയം 2023 അല്ലെ. അപ്പൊ കേരളീയം 2023 ആ ഒരു ഡേറ്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. എന്ന് മുതലാണ്? നവംബർ 1 അല്ലെ, നമ്മുടെ കേരള പിറവി ദിനവുമായിട്ട് ഒരാഴ്ച കേട്ടോ, നവംബർ 1 മുതൽ 7 വരെ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ പേരാണ് കേരളീയം 2023. ഇനി കേരളത്തിന്റെ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്ന എവിടെയാ? പാളയം. ഓക്കെ, പാളയം, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഓക്സിജൻ പാർക്ക് കേട്ടോ. അപ്പൊ കുറെ പാളികൾ പോലെയൊക്കെ ഒന്ന് ഓർക്കാം. ഓക്സിജന്റെ കുറെ ലെയേഴ്സ് അല്ലെങ്കിൽ പാളികൾ പോലെയൊക്കെ ഓർക്കാം. പാളയം, തിരുവനന്തപുരം. ഇനി 2023 2024 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ്. 2023 2024 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി, കലോത്സവത്തിന്റെയാണ്. സ്കൂൾ കലോത്സവ വേദി എവിടെയാണ്? കൊല്ലമാണ് അല്ലെ, കൊല്ലമാണ്. ഓക്കെ, അപ്പൊ അതിൽ വിജയിച്ചിട്ടുള്ളത് ആരാ? ഏത് ജില്ലയാണ്? കണ്ണൂര് ജില്ല കേട്ടോ, കണ്ണൂര് ജില്ലയാണ് വിജയിച്ചിട്ടുള്ളത്. അപ്പൊ 2023 2024 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി ചോദിക്കുകയാണെങ്കിൽ കൊല്ലമാണ് ജയിച്ചിട്ടുള്ളത്, കണ്ണൂര്. ഇനി ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണം. ഓക്കെ, ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്ന എവിടെയാണ്? കുലശേഖരപട്ടണം. 2023 2024 വർഷത്തെ സ്കൂൾ കായികമേള കേട്ടോ, കായികമേളയ്ക്ക് വേദിയാകുന്ന ജില്ല തൃശ്ശൂരാണ്. ഓക്കെ, 2023 2024 വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയാകുന്ന ജില്ല ചോദിക്കുകയാണെങ്കിൽ തൃശ്ശൂരാണ്. ഓക്കെ, അപ്പൊ അതിൽ ജയിച്ചിട്ടുള്ളത് ആരാ? പാലക്കാട് ജില്ലയാണ് കേട്ടോ, പാലക്കാട് ജില്ലയാണ് ജയിച്ചിട്ടുള്ളത്, പാലക്കാട് കേട്ടോ, ഒന്ന് ഓർത്തു വെച്ചേക്കണേ. ഓക്കെ, അപ്പൊ അതിൽ ജയിച്ചിട്ടുള്ളത് ആരാണ്? പാലക്കാട് ജില്ലയാണ്. അപ്പൊ തമ്മിൽ മാറിപ്പോരുത്. സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ്, ജയിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ല. ഓക്കെ, ഇനി കായികമേള ചോദിക്കുകയാണെങ്കിൽ കായികം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കില്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 3 വെച്ചിട്ട് തൃശ്ശൂരായിട്ടൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ കായികമേളയ്ക്ക് വേദിയായിട്ടുള്ള ജില്ല തൃശ്ശൂര്, ജയിച്ചിട്ടുള്ളത് തൊട്ടടുത്ത ജില്ലയായിട്ടുള്ള പാലക്കാടാണ് കേട്ടോ, ഓർത്തു വെക്കാം. ഇനി അടുത്ത പോയിന്റ്, കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ്. ഓക്കെ, അപ്പൊ കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതി ഏതാണ്? റേഷൻ റൈറ്റ് കാർഡ് കേട്ടോ, റേഷൻ റൈറ്റ് കാർഡ്. 2023 സെപ്റ്റംബർ വിക്ഷേപണം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ആദിത്യ L1. ഇമ്പോർട്ടന്റ് ആണ് ആദിത്യ L1. ഓക്കെ, അപ്പോ അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ.
ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് ലക്നൗ ആണ്. IT ഹബ്ബ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഓർക്കാം അല്ലെ? ലക്നൗ എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ പോയിന്റ്സുകൾ നമുക്ക് ഒന്നും കൂടെ ഒന്ന് സ്പീഡിൽ നോക്കാം. നമ്മൾ പറഞ്ഞത് കേരളം കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളും നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യാനായിട്ട് 2023 നവംബർ 1 മുതൽ 7 വരെ സംഘടിപ്പിക്കുന്ന പ്രദർശനത്തിന്റെ പേര് കേരളീയം 2023. കേരളത്തിൽ ആദ്യ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം. 2022-2024 വർഷത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി കൊല്ലമാണ്. കണ്ണൂർ ജില്ല ജയിച്ചു. ISROയുടെ പുതിയ ബഹിരാകാശ തുറമുഖം സ്ഥാപിക്കുന്നത് കുലശേഖരപട്ടണം. 2023-2024 വർഷത്തെ സ്കൂൾ കായിക മേളയ്ക്ക് വേദിയാകുന്ന ജില്ല തൃശ്ശൂര്. ജയിച്ചിട്ടുള്ളത് പാലക്കാട് ജില്ല. കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് സംസ്ഥാനത്ത് നിന്ന് റേഷൻ വാങ്ങുന്നതിന് അവസരം നൽകുന്ന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പദ്ധതിയാണ് റേഷൻ റൈറ്റ് കാർഡ്. 2023 സെപ്റ്റംബർ വിക്ഷേപണം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ആദ്യ സൗര ദൗത്യമാണ് ആദിത്യ L1. ഇന്ത്യയിലെ ഏറ്റവും വലിയ IT ഹബ്ബ് സ്ഥാപിതമാകുന്നത് ലക്നൌവിലാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത പോയിന്റ് 41ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യം പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സാഗർമാല. അപ്പൊ സാഗർമാല എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി എന്താ? തീരദേശവാസികളായിട്ടുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകുന്ന ജോലി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് എന്ത്? സാഗർമാല എന്ന് പറഞ്ഞിട്ടുള്ള പദ്ധതി. അടുത്ത പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. 69ാമത്തെ നെഹ്റു ട്രോഫിയിൽ 2023 കിരീടം നേടിയിട്ടുള്ള ചുണ്ടൻ വള്ളം ഏതാണ്? വിയ്യപുരം ചുണ്ടൻ വള്ളം. പഠിച്ചു വെച്ചേക്കുക. അപ്പൊ 69ാമത്തെ നെഹ്റു ട്രോഫിയിൽ 2023 കേട്ടോ കിരീടം നേടിയിട്ടുള്ള ചുണ്ടൻ വള്ളം ഏതാണ്? വിയ്യപുരം ചുണ്ടൻ വള്ളം. ഓക്കെ. ഇനി അന്താരാഷ്ട്ര ഹോക്കിയിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷ് ആണ്. കേരളത്തിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധന ഓപ്പറേഷൻ സേവ. അക്ഷയ കേന്ദ്രം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സേവയായിട്ട് തന്നെ ഓർത്തു വയ്ക്കാമല്ലോ അല്ലെ? അപ്പൊ ഓപ്പറേഷൻ സേവ. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീട ജേതാവ് ഇന്ത്യയാണ്. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കള് ഇന്ത്യയാണെന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക കേട്ടോ. അതേപോലെ തന്നെ അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഉദ്ഗം പോർട്ടൽ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം RBI ആണ്. ഓക്കെ. അപ്പൊ ഉദ്ഗം പോർട്ടൽ ഒന്ന് അറിഞ്ഞു വെച്ചേക്കണം. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ടുള്ളതാണ് ഉദ്ഗം പോർട്ടൽ. അത് ആരംഭിച്ചുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. RBI ആണ്. ഓക്കെ. ഇനി വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക്. ഓക്കെ. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള സ്പേസ് കമ്പനി ചോദിക്കുകയാണെങ്കിൽ വെർജിൻ ഗാലക്റ്റിക് ആണ് കേട്ടോ. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ആകാശ നടപ്പാത ശക്തി നഗർ ആകാശ നടപ്പാതയാണ് തൃശ്ശൂരിൽ കേട്ടോ. തൃശ്ശൂർ ശക്തൻ സ്റ്റാൻഡിന്റെ അവിടെ. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ആകാശ നടപ്പാത ശക്തി നഗർ ആകാശ നടപ്പാതയാണ്. ഓക്കെ. ഇനി 2023 ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് നമ്മുടെ കേരളമാണ്. അപ്പൊ 2023 ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് കേരളം. 2023 ഓഗസ്റ്റിൽ പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് വിശ്വകർമ്മ യോജന. അപ്പൊ 2023 ഓഗസ്റ്റിൽ പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കായിട്ട് കേട്ടോ കരകൗശല തൊഴിലാളികൾക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ്? വിശ്വകർമ്മ യോജന. വിശ്വകർമ്മ യോജന. അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം രാജസ്ഥാൻ. അന്നപൂർണ ഫുഡ് പാക്കറ്റ് കേട്ടോ യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാൻ. അടുത്തത് 2023 ഓഗസ്റ്റിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യം ചൈനയാണ്. 2023 ഓഗസ്റ്റിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യം ചൈന. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചുള്ള സംസ്ഥാനം തെലങ്കാനയാണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതിലൊക്കെ നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം തെലങ്കാന. അന്താരാഷ്ട്ര ഹോക്കിയിൽ 300 മത്സരങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള ഇന്ത്യയുടെ ഗോൾ കീപ്പർ PR ശ്രീജേഷ്. കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയിട്ടുള്ള പരിശോധന ഓപ്പറേഷൻ സേവ. 2023 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീട ജേതാക്കള് ഇന്ത്യയാണ്. അവകാശികളില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനായിട്ട് ഉദ്ഗം പോർട്ടൽ ആരംഭിച്ചിട്ടുള്ള സ്ഥാപനം RBI. വാണിജ്യാടിസ്ഥാനത്തിലുള്ള ലോകത്തിലെ ആദ്യ ബഹിരാകാശ യാത്ര വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള സ്പേസ് കമ്പനിയാണ് വെർജിൻ ഗാലക്റ്റിക്.
കേരളത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള ആകാശ നടപ്പാത ശക്തിനഗർ ആകാശ നടപ്പാത. 2023 ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയിട്ടുള്ളത് കേരളമാണ്. 2023 ഓഗസ്റ്റിൽ പരമ്പരാഗത കരകൗശല തൊഴിലാളികൾക്കായിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി വിശ്വകർമ്മ യോജന. അന്നപൂർണ ഫുഡ് പാക്കറ്റ് യോജന നടപ്പിലാക്കുന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. 2023 ഓഗസ്റ്റിൽ ബ്യൂബോണിക് പ്ലേഗ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള രാജ്യം ചൈന. ഇന്ത്യയിൽ ആദ്യത്തെ അഗ്രികൾച്ചറൽ ഡാറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം തെലങ്കാനയാണ്. അടുത്ത പോയിന്റ്, 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? പതേർ പാഞ്ചാലി. അറിഞ്ഞു വെച്ചേക്കാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം ഏതാണ്? പതേർ പാഞ്ചാലി. പതേർ പാഞ്ചാലി. 2023 ലോക ജൂനിയർ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ്? അമ്മാനാണ് കേട്ടോ, ജോർദാനിലെ. ലോക ജൂനിയർ ഗുസ്തിയാണ്. അപ്പൊ ജൂനിയേഴ്സ് അല്ല, അപ്പൊ ഗുസ്തിയൊക്കെ പിടിക്കുമ്പോൾ ചിലപ്പോൾ അമ്മേനെയൊക്കെ വിളിക്കും അല്ലെ. അപ്പൊ അമ്മാൻ എന്നുള്ളത് ഓർക്കാം, ജോർദാനിൽ കേട്ടോ. ഇനി 56-ാമത്തെ പോയിന്റ്, മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പി രഘുനാഥൻ ആണ് കേട്ടോ. പി രഘുനാഥൻ. മികച്ച തെങ്ങ് കർഷകനുള്ള കേരകേസരി പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് പി രഘുനാഥൻ. പി രഘുനാഥൻ. ഓക്കെ. അടുത്ത പോയിന്റ്, ലണ്ടനിലെ ഔട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചറിന്റെ പേര് ബിയാട്രിസ് എന്നാണ്. എന്താണ് പേര്? ബിയാട്രിസ്. ബിയാട്രിസ് ടീച്ചറിന്റെ പേരാണ് കേട്ടോ. അപ്പൊ ലണ്ടനിലെ ഔട്ടർമാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ എ ഐ ടീച്ചറിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ ബിയാട്രിസ്. ബിയാട്രിസ് കേട്ടോ, പഠിച്ചു വെച്ചേക്കണേ, ബിയാട്രിസ്. 58-ാമത്തെ പോയിന്റ്, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദ സീസ് ആണ് കേട്ടോ. റോയൽ കരീബിയൻ കമ്പനിയുടെ ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഏതാ? ഐക്കൺ ഓഫ് ദ സീസ്. ഓക്കെ, ഐക്കൺ ഓഫ് ദി സീസ്. അടുത്ത പോയിന്റ് നോക്കാം. അടിസ്ഥാന സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഉല്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഉല്ലസിച്ചൊക്കെ പഠിക്കാന്നൊക്കെ ഓർക്കാം, അടിസ്ഥാന സാക്ഷരതയാണല്ലോ. അപ്പൊ അടിസ്ഥാന സാക്ഷരത പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഉല്ലാസ്. അപ്പൊ ബിയാട്രിസ് മറക്കണ്ട. ബിയാട്രിസ് എന്ന് പറയുന്നത് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടീച്ചറിന്റെ പേരാണ് അല്ലെ. അതേപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക്കൺ ഓഫ് ദി സീസ് ആണ്. അതുപോലെ തന്നെ 2023 ലോക ജൂനിയർ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ വേദി അമ്മാൻ. 2023 G20 ചലച്ചിത്രമേളയുടെ ഉദ്ഘാടന ചിത്രം പതേർ പാഞ്ചാലിയാണ് കേട്ടോ. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം മധ്യപ്രദേശ് ആണ്. മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ്. ഓക്കെ, ഓൺലൈൻ ഗെയിമിംഗിലൊക്കെ നമ്മൾ കുറച്ച് മിഡിലൊക്കെ ആയിരുന്നു എന്ന് വിചാരിക്കുക കേട്ടോ. മിഡിൽ സ്റ്റാൻഡിലൊക്കെ ആയിരുന്നു എന്ന് വിചാരിക്കുക. ഇന്ത്യയിൽ ആദ്യത്തെ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ള സംസ്ഥാനം മധ്യപ്രദേശ്. 2023 ബുക്കർ പ്രൈസിനുള്ള പ്രഥമ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള വെസ്റ്റേൺ ലെയിൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ള ഇന്ത്യൻ വംശജയായിട്ടുള്ള നോവലിസ്റ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ചേതന മാരു. അത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചേക്കാം കേട്ടോ. അപ്പൊ ചേതന മാരുവിന്റെ ആണ് വെസ്റ്റേൺ ലെയിൻ. ജസ്റ്റ് ഓർക്കാം. ഇപ്പൊ ഏതെങ്കിലും ലെയിനിലൊക്കെ നിൽക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറൂ എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. മാറി നിൽക്കൂ ലെയിനിൽ നിന്നൊക്കെ ഓർത്തു വയ്ക്കാം. അപ്പൊ വെസ്റ്റേൺ ലെയിൻ എന്ന പുസ്തകം രചിച്ചിട്ടുള്ള ഇന്ത്യൻ വംശജയായിട്ടുള്ള നോവലിസ്റ്റ് ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ചേതന മാരു ആണ് കേട്ടോ. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബുഡാപെസ്റ്റ് ആണ്, ഹംഗറി. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ആണ്. അപ്പൊ അത്ലറ്റിക്സ് നന്നായിട്ട് ഓടിയൊക്കെ കഴിയുമ്പോൾ നമുക്ക് വിശക്കും അല്ലെ. ഹംഗറി, ബുഡാപെസ്റ്റ് എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ബുഡാപെസ്റ്റ് ഹംഗറിയാണ്. ഓക്കെ. 2023 ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയായിട്ടുള്ളത് ബുഡാപെസ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള. നമ്മൾ 2023 ഓഗസ്റ്റ് മാസത്തിലത്തെ കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ചന്ദ്രയാൻ 3 എല്ലാവരും പഠിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ അതിനെ കുറിച്ചുള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.